നമ്മൾ ഡൽഹിയിൽ പോയാൽ പണ്ടത്തെ കാലത്തൊക്കെ എത്രയോ അധികം നല്ല നേതാക്കളെ കാണുകയായിരുന്നു. അവരെല്ലാം പൊഴിഞ്ഞു 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 പോയി. ഇനിയിപ്പോ ഈ ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നണു ഏകദേശം AICC ആസ്ഥാനം അടച്ചു പൂട്ടേണ്ടി വരും. കാരണം AICC കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ AO വ്യൂമും പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ് അവിടെ പോയിട്ട് ഒരാൾ പാർട്ടി ഉണ്ടാക്കി, ഒരാൾ പാർട്ടി നശിപ്പിച്ചു. അവസാനം ഈ രണ്ടുപേരുടെ ഫോട്ടോ മാത്രമേ എൻ്റെ മുമ്പിൽ കാണാം. കാരണം ഇവരൊക്കെ എന്ന് പറയും എല്ലാവരും പറഞ്ഞു വിടാം പാർട്ടിയിൽ നിന്ന്. ഇപ്പൊ ഞാൻ തന്നെ ഓടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പലരും എന്നെ വിളിച്ചു. ശരിയാണ്, കോൺഗ്രസ് വിളിക്കാത്ത ഒരാളുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയും. അപ്പൊ പിന്നെ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എനിക്കെതിരെ കിടന്ന് ചിലക്കുന്നത്. അവർക്കൊക്കെ ഞാൻ ഇവിടുന്ന് പോണം. കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട. അത് കെ മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. അദ്ദേഹം പിന്നെ വൈകി മനസ്സിലാക്കുന്ന എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല, എന്നാ സംസ്കാരം അതല്ല. പക്ഷെ അദ്ദേഹം വൈകി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നമുക്കറിയാം, ശ്രീ കെ കരുണാകരൻ പോയതോടുകൂടി ഒരു പ്രമുഖമായ ഒരു സമുദായം കോൺഗ്രസിൽ നിന്നകന്നു. അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കോളൂ, ഇവിടുത്തെ പ്രബലമായ ഒരു വിഭാഗം LDFന്റെ കൂടെ പോയി, അവരും കോൺഗ്രസിന്റെ നകന്നു. ഇങ്ങനെ എല്ലാവരും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് പാർട്ടിയൊന്നും അല്ല വേണ്ടത്. അവര് വികസനം, അവരെന്താണ് കേരളത്തിന് കിട്ടാൻ പോണേ, അല്ലെങ്കിൽ കേരളത്തിന്റെ ഞങ്ങളുടെ അടുത്ത തലമുറ, ഇന്ന് ഏത് തലമുറയാണ് ഇവിടെ പഠിക്കാൻ നിൽക്കുന്നത്? കഴിയുമ്പോഴേക്കും കാനഡയും ഇംഗ്ലണ്ടൊക്കെ പോകും. എന്തുകൊണ്ട്? ഇവിടെയുള്ള സൗകര്യമില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിജിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. കാരണം നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ ഇന്ന് ഇന്ത്യ വിട്ടു പോവുകയാണ്. എന്താ പറയേണ്ടത്, അച്ഛനോ അമ്മയോ ഒറ്റയ്ക്കാവുന്ന ഗ്രാമങ്ങളുണ്ടെന്ന് ഇവിടെ. അതൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് നശിച്ച് താഴത്തെത്തി എന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് കൂടുതൽ തോന്നിയത്. കാരണം പണ്ടൊക്കെ ഈ UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായത് തൃശ്ശൂർ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂം ഉണ്ട്. അതൊന്നും ഇപ്പൊ ആരും പറയില്ല, പറഞ്ഞ അവർക്ക് നാണക്കേടാണ്. കാരണം ഇപ്പൊ വന്നവരാണ് UDF ഉണ്ടാക്കിയെന്നാണ് അവർ ഭാവം കണ്ടാൽ തോന്നുന്നത്. ആ റൂമിൽ നിന്നുണ്ടായ UDF അന്ന് കോൺഗ്രസ് പറയുന്നതിനൊപ്പം UDFൽ ഒന്നും നടക്കില്ല. പക്ഷെ ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറയുക, അവര് പറയണത് നമ്മൾ കേൾക്കേണ്ട ഗതികളിലേക്ക് എത്തി. ഒരു വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടോ? ഞാൻ ആ സമുദായത്തെ കുറ്റം പറയില്ല. കാരണം അവരവരുടെ മിടുക്ക് കാണിക്കുന്നു, അവരവരുടെ പാർട്ടി വളർത്തുന്നു, അതിനവരെ നമുക്ക് കുറ്റം പറയാനില്ല ഞാൻ വന്നത്. പക്ഷെ കോൺഗ്രസിന്റെ ഗതികേട് പറയുകയാണ് ഞാനിവിടെ. ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം തണുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ വന്നപ്പോ ഇന്നലെ പത്മിനി തോമസ് ഒക്കെ തുടക്കമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുള്ള ഒരാളാണ്. അത് എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും. ഞാൻ ഒരു തിരിച്ചു പോകാൻ വന്നതല്ല. ഞാൻ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളാണ്. അറിയാമല്ലോ, ഇത്രയും ചവിട്ടും കുത്തും അപമാനവും എല്ലാം സഹിച്ച് ആ പാർട്ടിയിൽ ഞാൻ നിന്നിരുന്നു. പല രാത്രികളിലും ഞാൻ വന്ന് കരയാറുണ്ട്. കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകൾ. അത് ആരും എത്ര വലിയ ആളുടെ മക്കളായാലും കുഴപ്പമില്ല, അത് പെണ്ണായോ തീർന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എൻ്റെ കണ്ണു നിറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു രംഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എത്രയോ കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ പെണ്ണുങ്ങൾ, ഇനി അഥവാ പെണ്ണുങ്ങളുടെ സീറ്റ് ഒന്ന് മുമ്പിലിട്ടാൽ നേതാക്കന്മാർ വന്ന് അത് കീറിപ്പില്ലേക്കിടും. അവർ കയറിയിരിക്കും. നമ്മൾ ആരോട് ചോദിക്കും? നമ്മുടെ പേരേ ഇല്ല, ആ പേരൊക്കെ അങ്ങ് വെട്ടും. അപ്പൊ ആ രീതിയിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് 50 വയസ്സിന് താഴെ എത്ര പേരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ? നമ്മളൊരു യൂത്ത് കോൺഗ്രസ് മീറ്റിംഗ് നടത്തിയാൽ യൂത്ത് കോൺഗ്രസിൽ വരുന്നൊക്കെ 55-60 വയസ്സായ ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ പാർട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അഹങ്കാരത്തിന് മാത്രം ഒരു കുറവും വന്നിട്ടില്ല. എല്ലാവർക്കും ആവശ്യമുള്ള അഹങ്കാരം എല്ലാം ഉണ്ട്. അതായത് ഒരാൾ പാർട്ടി നന്നാക്കാനാണ് ഇന്ന് BJP ഒക്കെ ശ്രമിക്കുന്നത്. ഇവര് പാർട്ടിയിൽ ആരെങ്കിലും പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം പിന്നെ നമുക്ക് മാത്രമായിട്ട് കിട്ടില്ല. പണ്ടത്തെ കാലത്ത് 2 ഗ്രൂപ്പായിരുന്നു. അത്
ഒരു ആരോഗ്യകരമായ മത്സരം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാണ്. രാവിലെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര എന്ന് ആരെയും കാണുമോ, കണ്ട് ചിരിച്ചാൽ മറ്റാളെന്നോട് പണങ്ങി. അപ്പൊ അതുകൊണ്ട് കഴിയണതും ഞാൻ ഒന്നിനും പോവാറില്ല. മനസ്സും അടുത്ത് രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോവാൻ നിന്ന ഒരാളാണ്. പക്ഷെ കുറെ കാലങ്ങളായി സത്യം പറഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ, അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ. ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത, എന്താ പറയാ, നമുക്ക് കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ്. അപ്പൊ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനി ആരോടും എന്നോട് എന്തിനാ BJP വന്നതെന്ന് ചോദിക്കേണ്ട, അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്.